മറ്റൊരു സിനിമാ മേഖലയ്ക്കും അവകാശപ്പെടാനില്ലാത്ത വിധത്തിൽ മലയാള സിനിമയ്ക്ക് രണ്ട് അതുല്യ കലാകാരന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. ലോക സിനിമയ്ക്ക് മുമ്പിൽ മലയാള സിനിമയുടെ ഖ്യാതി വാനോളം ഉയർത്താൻ സഹായിച്ച ഇരുപതും അഞ്ചു പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ അമരത്തുണ്ട്. അഭിനയ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ ചെയ്യുന്നതിലും ബോക്സ് ഓഫീസിൽ കരുത്ത് തെളിയിക്കുന്നതിനും ഇരുവരും കടത്തിവെട്ടാൻ നിലവിൽ മലയാളത്തിൽ ഒരു യുവതാരത്തിനും സാധിക്കില്ലെന്ന് വ്യക്തമാണ്. കളങ്കാവൽ, പുഴു, ഭ്രമയുഗം, കാതൽ തുടങ്ങിയ ചിത്രങ്ങളുമായി മമ്മൂട്ടി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുമ്പോൾ എമ്പുരാൻ, തുടരും, ദൃശ്യം 3 തുടങ്ങിയ 200 കോടി ചിത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മോഹൻലാലും രംഗത്തുണ്ട്. മോഹൻലാലിന്റെ ജന്മദിനത്തെ തിയേറ്ററിലെത്തിയ ദൃശ്യം 3 വൻ വിജയം നേടി തിയേറ്ററുകളിൽ മുന്നേറുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരു താരങ്ങളുടെ ചിത്രങ്ങൾ സ്വന്തമാക്കിയ കളക്ഷൻ കണക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു. എന്നാൽ ഇതിലെ കൗതുകമെന്താൽ ആഗോളതലത്തിൽ മമ്മൂട്ടി ചിത്രങ്ങൾ സ്വന്തമാക്കിയ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ കൊണ്ട് മാത്രം ലാലേട്ടൻ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. 85 കോടിയിലകം നേടി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവ്വതത്തിന്റെ കളക്ഷൻ റെക്കോർഡ് ദൃശ്യം 3 കേരളത്തിൽ നിന്നും മാത്രം സ്വന്തമാക്കിയതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദൃശ്യം 3 കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 65 കോടി നേടിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 240 കോടിയോളം നേടി. എന്നാൽ ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ മികച്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷനല്ല ചിത്രത്തിനുള്ളതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് താരത്തിന്റെ ചിത്രത്തിന്റെ പൊട്ടൻഷ്യൽ വെളിവാക്കുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ എമ്പുരാൻ 86 കോടിയും ആഗോളതലത്തിൽ 266 കോടിയും അതേ വർഷം തരൺ മൂർത്തിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുടരും 118 കോടി നേടിയും ആഗോളതലത്തിൽ 234 കോടിയും ലിസ്റ്റിൽ മുൻപന്തിയിലുണ്ട്. ഇതിനോടകം പല താരങ്ങളും മലയാളത്തിൽ പിന്നിട്ട 100 കോടി മാർക്ക് ഒരിക്കലും മമ്മൂട്ടി ചിത്രത്തിന് പിന്നിടാൻ സാധിച്ചിട്ടില്ലെന്ന ആക്ഷേപം സമൂഹമാധ്യമങ്ങളിൽ ഇന്നും സജീവമാണ്. ഈ നേട്ടത്തിലെത്തുന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ മാസം തിയേറ്ററിലെത്തിയ പാട്രിയറ്റിന് 79 കോടി മാത്രമാണ് നേടാനായത്.